ഹലോ, ഇന്ത്യയുടെ 15ാമത്തെയും ഇപ്പോഴത്തെയും ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് അല്ലേ. സോ ലെറ്റ്സ് ലേൺ സംതിങ് അബൌട്ട് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയിലെ പ്രഥമ പൗരനാണെങ്കിൽ രാഷ്ട്രപതി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഏതെങ്കിലും സാഹചര്യത്താൽ രാഷ്ട്രപതിക്ക് ആ റോള് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ രാഷ്ട്രപതിയുടെ റോള് കൈകാര്യം ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 63 ആണ്. ഉപരാഷ്ട്രപതിയുടെ അപ്പോയിൻമെൻറ്റ്, ഉപരാഷ്ട്രപതിയുടെ റെസിഗ്നേഷൻ, ഉപരാഷ്ട്രപതിയുടെ ഓത്ത് അഥവാ സത്യപ്രതിജ്ഞ ഇതൊക്കെ ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അങ്ങോട്ടും ഇങ്ങോട്ടും രാജിവെക്കുന്നവരാണ്. അതായത് രാഷ്ട്രപതി റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്കും, ഉപരാഷ്ട്രപതി റെസിഗ്നേഷൻ കൊടുക്കുന്നത് രാഷ്ട്രപതിക്കുമാണ്. ഓക്കെ. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് വഴിയാണ്. ആ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പാർലമെന്റിലെ ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും, പാർലമെന്റിലെ മുഴുവൻ എംപിമാരും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. മുഴുവൻ എംപിമാരെന്ന് എടുത്തു പറയാൻ കാരണം പാർലമെന്റിലെ എലക്റ്റഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സും. എലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷന് പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ രാഷ്ട്രപതിയുടെ പ്രസിഡന്റിന്റെ ഇലക്ഷന് പാർലമെന്റിലെ എലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുപോലെ രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ സംസ്ഥാനത്തു നിന്നുള്ള എലക്റ്റഡ് MLA-മാർക്ക് പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ സംസ്ഥാന MLA-മാർക്ക് യാതൊരു റോളുമില്ല. അപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ സിംപിളി പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളും ആണ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഉപരാഷ്ട്രപതി ആകാനായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തമിഴ്നാടാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. 1998 കോയമ്പത്തൂരിൽ നിന്നും ലോകസഭയിലേക്ക് എത്തുകയാണുണ്ടായത്. ഇതിനു മുന്നേ അദ്ദേഹം പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുണ്ട്, തെലങ്കാനയുടെ ഗവർണറായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2023-24 കാലഘട്ടങ്ങളിൽ ജാർഖണ്ഡ് ഗവർണറായിരുന്നു. 2024 മുതൽ 2025 അദ്ദേഹം ഉപരാഷ്ട്രപതി ആകുന്നത് വരെയുള്ള സമയത്ത് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ പേര് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ആൻസർ കമൻറ്റ് ചെയ്യും.